എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അസമിലെയും കൂടി ഉണ്ട്. അസമുണ്ട്. അസമില് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും BJP സഖ്യത്തിന് വലിയ മുന്നേറ്റം. അത് പ്രതീക്ഷിച്ചാണ്. നേരത്തെയുള്ള സർവേ ഫലങ്ങളിലും BJPക്ക് തന്നെയായിരുന്നു മുന്നേറ്റം. പോൾ ഡയറി അനുസരിച്ച് BJP സഖ്യത്തിന് 86 മുതൽ 101 സീറ്റുകൾ വരെ കിട്ടാം. കോൺഗ്രസ് സഖ്യം 15 മുതൽ 26 വരെ മാത്രം. JVC 88, 101, കോൺഗ്രസ് 23, 33. ആക്സിസ് മൈ ഇന്ത്യ 88, 100, കോൺഗ്രസിന് 24, 36. മാട്രിക്സ് 85, 95, 25, 32. ഹിമന്ത ബിശ്വ ശർമ്മയിൽ വളരെ കൃത്യമായ വിശ്വാസം ജനം പ്രകടിപ്പിക്കുന്നതിന്റെ സൂചനകൾ കൂടി ഈ അസമിലെ പോൾ സർവേ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു. വ്യക്തമായ ഭൂരിപക്ഷം BJP സഖ്യത്തിനുണ്ട്. അത് കൃത്യമാണ്. ശ്രീ സിബി സത്യൻ, ഇത് പ്രതീക്ഷിക്കാവുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ? ഇതിനകത്ത് രസകരമായ സംഭവം 11 അംഗങ്ങളുമായിട്ട് 2 ഫുട്ബോൾ കളിക്ക് ഇറങ്ങുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴീ പറഞ്ഞതുപോലെ അപ്പുറത്തെ ക്യാപ്റ്റൻ അടക്കം ഇപ്പുറത്തെ എതിർ ടീമിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വശത്തേക്ക് മാത്രം ഗോളടിക്കുന്ന തരത്തിലായിരുന്നു ശരിക്കും പറഞ്ഞ അസാമിലെ തെരഞ്ഞെടുപ്പ് ടീം. കാരണം PCC അധ്യക്ഷൻ വരെ മറുകണ്ഠം ചാടി. ഒരുവിധപ്പെട്ട എല്ലാ സീനിയർ നേതാക്കന്മാരും മറുകണ്ഠം ചാടി. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിച്ച ഗൊഗോയി ഒഴികെ മറ്റു മുഴുവൻ പേരും മറുകണ്ഠം ചാടി BJP പക്ഷത്ത് ചേർന്നിട്ട് ഈ കോൺഗ്രസ് ഒരു 15-20 സീറ്റ് പിടിക്കുകയാണെങ്കിൽ അത് തന്നെ വലിയ അതിശയം എന്നാണ് സത്യത്തിൽ എന്റെ കണക്കുകൂട്ടൽ. കാരണം അതുപോലെ അണീവനായിട്ടുള്ള ഒരു മത്സരമാണ് അവിടെ നടന്നത്. അതായത് ഒരു ഒരു ഫെയർ എന്ന് പറയാവുന്ന ഒന്നും ഉപയോഗിക്കാത്ത, ഫെയർനെസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അതിമാരകമായി മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇലക്ഷനാണ് അസാമിൽ നടന്നത്. കാരണം അമ്മാതിരി പോച്ചിങ് കൃത്യമായിട്ട് സംഭവിക്കുകയും കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ സ്ഥിതിഗതികൾ എന്താ പറയുന്നത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിന്റെ ഒരു തലത്തിന് അപ്പുറത്തേക്കുള്ള ഒരു കോച്ചിങ്ങും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിച്ച ഒരു ഇലക്ഷനാണ് അസാമില്. ഇത് തീർച്ചയായിട്ടും ഇതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത് പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ ചിന്തിക്കണമെങ്കിൽ പോലും അപാരമായ ഒരു ധൈര്യം വേണ്ടുന്ന അവസ്ഥയിലാണ്. അത് ഒരു ഈസി BJP സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് പോളിന്റെ തന്നെ ആവശ്യമില്ല നിലവിൽ. ശ്രീ വേണുഗോപാൽ, ഇവിടെ സിബി സത്യം പറഞ്ഞതുപോലെ BJPക്ക് അപ്രമാദിത്വമുള്ള ഒരു സ്ഥലമാണ്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന ഒരു കരുത്തുറ്റ നേതാവ് അവിടെയുണ്ട്. അത്തരം നിരവധി ഘടകങ്ങൾ അവർക്ക് അനുകൂലമായ ഉള്ളൊരു സംസ്ഥാനത്ത് ഈ എല്ലാ സർവേ ഫലങ്ങളും BJPക്ക് അധികാര തുടർച്ച പ്രവചിക്കുന്നു. അത് വളരെ കൃത്യമായി നടക്കുകയും ഒരു മത്സരവുമില്ല. തീർച്ചയായിട്ടും അവിടെ മത്സരം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കോൺഗ്രസിൻ്റെ ആകെയുള്ളൊരു നേതാവ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് മാത്രമാണ്. മറ്റ് നേതാക്കളില്ലെന്ന് മാത്രമല്ല, താഴെത്തട്ടിൽ കോൺഗ്രസിന് പ്രവർത്തനത്തിന് പോലും ആളില്ലാത്ത അവസ്ഥയാണ്. പല മണ്ഡലങ്ങളിലും അവർക്ക് പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസ് എടുക്കുന്ന ഈ ന്യൂനപക്ഷ പ്രീണന നയം അത് ആസാമിൽ വളരെയധികം പ്രതിഫലിച്ചിട്ടുണ്ട്. ബംഗാളിലും ഇത്തവണ അത് കുറേ പ്രതിഫലിച്ചിട്ടുണ്ട്. പക്ഷേ ആസാമിൽ അത് വളരെയധികം പ്രതിഫലിച്ചു. ബംഗാളിൽ മമതയ്ക്ക് അത് കുറേ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. കുറേ വാശി കാണിച്ചും കുറേ ആൾക്കാരെ കൂടെ നിർത്തിയും സ്ത്രീകളെ കൂടെ നിർത്തിയൊക്കെ തടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഗൗരവ് ഗൊഗോയ്ക്ക് അത് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ വരാറ് തന്നെ ഇല്ലായിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. ഈ ഇലക്ഷൻ എടുക്കാറായപ്പോൾ ഒരു 6 മാസം മുതലാണ് അദ്ദേഹം അവിടെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്നു തുടങ്ങിയത്. ഇല്ലെങ്കിൽ അദ്ദേഹം ഭാര്യമൊത്ത് വിദേശത്ത് അല്ലെങ്കിൽ ഡൽഹിയിൽ പാർലമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അദ്ദേഹം ഒരു വിദേശിയെ പോലെയാണ് അവിടെ പലപ്പോഴും സന്ദർശിച്ചിട്ടുള്ളതെന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അതേസമയം ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് തൻ്റെ നാട്ടിലെ 75% വരുന്ന ജനവിഭാഗത്തിന് സർക്കാരിൻ്റേതായ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ഗുണം. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഭീമമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈ അപ്പർ ആസാമിലൊക്കെ റോഡുകളില്ലാത്തടത്ത് വലിയ ഹൈവേ പോലുള്ള റോഡുകളൊക്കെ അദ്ദേഹം നിർമ്മിച്ചു. പാലങ്ങൾ പലത് നിർമ്മിച്ചു. റെയിൽ കണക്ടിവിറ്റി കൊണ്ടുവന്നു. ഇതൊക്കെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് അപാരമായ ഒരു ജനകീയ പിന്തുണ നേടിക്കൊടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. അദ്ദേഹം പലയിടത്തും പ്രചരണത്തിന് പോകുമ്പോൾ ആൾക്കാർ വന്ന് ഇങ്ങോട്ട് നന്ദി പറയുന്ന അവസ്ഥ. ഞങ്ങൾക്ക് ഇത്രയും നാൾ 50 വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്ത റോഡ് ഞങ്ങൾക്ക് കിട്ടി, പാലം ഞങ്ങൾക്ക് കിട്ടി, റെയിൽ പദ്ധതി വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് അദ്ദേഹം ഇലക്ഷൻ പ്രചരണത്തിന് പോകുമ്പോൾ സാധാരണയിൽ രാഷ്ട്രീയക്കാർ അങ്ങോട്ട് ചെന്നല്ലേ പറയുന്നത് ഞങ്ങളാണിത് ചെയ്തതെന്ന്. ഇത് ജനം ഇങ്ങോട്ട് വന്ന് നന്ദി പറയുന്ന സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഈ പ്രചരണം ആദ്യം നടത്തിയ ആസാം മൊത്തം കറങ്ങിയുള്ള ആ പ്രചരണത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം അത്തരത്തിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം
സ്വീപ്പിംഗ് മെജോറിറ്റിയിൽ അവിടെ വരുന്നതിൽ യാതൊരു വിധ തെറ്റും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം അവിടുത്തെ ഒരു ഏകഛത്രാധിപതി പോലത്തെ ഒരു ലീഡറായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് ആസാമിലെ ജനതയുടെ മനസ്സാക്ഷിയെ പൂർണ്ണമായും ഒപ്പം നിർത്താൻ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.